ഇതാണ് നമ്മളെ സ്പോട്ട്. ഇതന്നെയല്ല സ്പെഷ്യൽ, ഇവിടുത്തെ ഫലാഫിൽ ഭയങ്കര സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട്. അതായത് ഫലാഫിൽ തന്നെയാണ്. ഫലാഫിലിന്റെ കൂടെ ചിക്കൻ അടയും, ബീഫ് അടയും, മുട്ട അടയും. ഇവിടെ 2 ഷോപ്പ് ഉണ്ടെന്നാണ് കാക്ക പറഞ്ഞത്. ഒന്ന് ഈ ഷോപ്പും ഒന്ന് കുറച്ചുകൂടെ അപ്പുറം പോയിട്ട് വേറെ ഒന്നുണ്ടെന്ന് പറഞ്ഞു. ഏതാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ കയറിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. മറ്റേ നമുക്ക് വേറൊരു ദിവസം വന്ന് കാണാൻ ട്രൈ ചെയ്യാം. നമ്മൾ പാർസൽ ഉണ്ടല്ലേ? ഓക്കെ, പാർസൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ? അവിടെ നിന്ന് നല്ല ആളുണ്ടാവും. ഇന്ന് നല്ല ആളുണ്ടാവും കേട്ടോ അവിടെ. ഇന്ന് നല്ല ആളുണ്ടാവും. പാർസലാക്കിട്ട് നമുക്ക് ന്യൂ കട്ടയിൽ പോയിട്ട് അവിടെ പോയി. ഇതിന്റെ ചേരുവകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താൻ കഴിയും. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് ആക്കാം ഒന്ന് പറഞ്ഞാണേ, ഒന്ന് പറയും. ഇത് കടല, വെള്ളക്കടല, കാബൂളി കടലാണ്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലി. ഇതാണ് നമ്മുടെ സാധനം താട്ടാ. ഈ ഇല ഇതൊരു പ്രത്യേക ഇലയാണ്. ഇത് നമ്മുടെ കേരളത്തില് അത് ജിർജിറാണ്. ഇത് ഉണ്ടാക്കുന്ന രീതികളും ആണെങ്കിൽ കാണിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അടിപൊളി ക്രിസ്പി ഐറ്റം. സൂപ്പർ സാധനമാണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം. ഈ സ്പോട്ട് വരുന്നത് നമ്മൾ കൊടുങ്ങൂര് കോട്ടത്തങ്ങാടിയിലായി ഇറക്കുന്നത് തന്നെ സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് നമ്മളെ എവിടെ വരുമ്പോ പാണ്ടിട്ട് ഭാഗത്തുനിന്ന് വരുമ്പോൾ, താന്നൂർ ഭാഗത്തുനിന്ന് വരുമ്പോ നമ്മളെ കോട്ടത്തങ്ങാടിന്റെ തുടക്കത്തിൽ. ഇത് വർക്ക്ഷോപ്പാണ് അല്ലേ? ഓട്ടോറിക്ഷൻ്റെ ബൈക്ക്, ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇവിടെ പൊരിക്കടികളുണ്ട് കേട്ടോ. ഞാൻ നിന്നുണ്ട്. പൊക്കവട ഉണ്ട്, പഴംപൊരിണ്ട്. പൊക്കവട പഴംപൊരിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അത് ഉണ്ടാക്കാനുള്ള സമയം ആവണുള്ളൂ കേട്ടോ. വൈകുന്നേരം ആയിട്ടുള്ളൂ, അസറ് കഴിഞ്ഞിട്ടുള്ളൂ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയല്ല. സൂപ്പർ പക്കോട, ഒരു രക്ഷയില്ല. അല്ല, ഇനി ഫലാഫിൽ എന്നുള്ള സ്ഥലം ഉണ്ടാവില്ലേ പള്ളിയില്? പൊടിയിലെ വെള്ളത്തിന് മാറ്റണ്ടല്ലേ? ചോയല്ല, എന്ത് ചോയല്ല അത്? റെഡി ആയിക്കൊണ്ട് കേട്ടാ. ചൂട് ഫലാഫിൽ. ഇവിടെ ഇങ്ങനെ ഞാൻ ചൂട് ഫലാഫിൽ വന്നാണ്ട് ഇതിമായിട്ട് ഉടച്ചിടും. അതാണ് ഫലാഫില്. ചൂട്. അപ്പൊ ഇതാണ് നമ്മളെ കട. കോട്ടത്തങ്ങാടിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോ അതാ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ, സ്കൂട്ടറിന്റെ ബൈക്കിന്റെ വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മളെ കാക്കാന്റെ കടട്ടാ. ഈ കാണുന്നത് ഇതാണ് കോട്ടത്തങ്ങാടി. പിന്നെ അവിടെ ഒന്നുണ്ട് കാക്കന്നെ പറഞ്ഞു നമ്മോട്, ഒന്ന് അവിടെ ഉണ്ടെന്ന്. വേറെ ആരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയില്ല. ഞങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു കട ഉണ്ട്, പിന്നെ നമ്മളൊരു കട ഉണ്ട് എന്നും പറഞ്ഞു. അത് മൂപ്പരതല്ല, വേറെ ആളതാണ്. അപ്പോൾ ഇതാണ് സ്പോട്ട്. അങ്ങനെ ഞങ്ങൾ ന്യൂ കട്ടെത്തി. ഞങ്ങൾ ഒപ്പമുള്ളവർ കാണുന്നില്ലേ? ഒരപ്പുറത്തെത്തിക്കണേ, ഒരയിലൂടെ വന്നിക്കണേ അല്ലേ? അതായിരുന്നു. ആ പൊട്ടന്മാർക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ. ഒരു ചങ്ങായിമാരെ വള്ളത്തിന് പറഞ്ഞിട്ട് ഒരു കുപ്പിവെള്ളം പോലും വാങ്ങാതെ പോന്നിക്കണേ. ഇവനും ആ പോണ് മുന്നില് നമ്മളെ ഒത്താനി. പണ്ട് ഞങ്ങൾ ന്യൂ കട്ടിൽ വന്ന സമയത്ത് ഇവിടെ അത്ര ഒന്നും ആളില്ല. അപ്പൊ എന്താ ആളിവിടെ, കുട്ടികളും സ്ത്രീകളും കുട്ടികളൊക്കെ ഇട്ടാ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വീഡിയോ വന്നതിന്റെ ശേഷമാണ് തോന്നുന്നത് ഇത്തിരി ആൾക്കാരായത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ എല്ലാം ശരിക്കും ന്യൂ കട്ട് കുറച്ചുകൂടെ ആണ്ട് പോയിട്ടാണ് നമ്മളെ മെയിൻ സ്ഥലം ഉള്ളത്. അവിടെ നല്ല രസമാണ്. ഏതായാലും വെള്ളമില്ലാതെ നമുക്ക് നമ്മളെ ഫിലാഫിൽ തിന്നാലും നടക്കില്ല. അതാ അവിടെയാണ് അവര്, അവിടേക്കാണ് ഇപ്പൊ നമുക്ക് പോകാനുള്ളത്. ഇതാണ് മക്കളെ ന്യൂ കട്ട്. നല്ലൊരു വൈബ് സ്ഥലം കേട്ടോ. അവിടെ എന്തോ കളി എന്തോ നടക്കണ്ടല്ലോ. അവിടെ എന്തോ പരിപാടി നടക്കണ്ട കേട്ടോ. കുറെ ആൾക്കാരുണ്ടല്ലോ. ഇത് ഞാൻ കണ്ടപ്പോഴേ ചളി കെട്ടിക്ക വിചാരിച്ചിട്ടാ. ഇത് പാറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചളി ഇങ്ങനെ ഊറി നിൽക്കുക വിചാരിച്ചിക്കണേ. നമ്മളൊപ്പമുള്ള ചങ്ങായിമാർ ഇതാ അപ്പുറത്തേന്, അതുപോലെ അതിലൂടെ വരുന്നുണ്ട്.
പെടുന്നോലൊക്കെ പെടും, പെടാത്തവര് രക്ഷപ്പെടും. അതൊരു പട വരുന്നുണ്ടല്ലോ അവിടുന്ന്. എന്നാ നിങ്ങളുടെ സ്ഥലം? പണ്ട് ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ ആകെ നമ്മള് കുറച്ച് ചെക്കന്മാര് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫാമിലിയും കുട്ടികളൊക്കെ ആയില്ലേ. ഇപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയത്. ഇവിടെ ഒരു പാർക്കൊക്കെ തുടങ്ങാൻ പറയണം പഞ്ചായത്തിനോട്. വേവരേ ഞങ്ങളിവിടെ ഒരു ചർച്ചയില, ഞങ്ങളിവിടെ ഒരു പാർക്ക് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങള് നാട്ടുകാരും ഞങ്ങൾ കുറച്ച് ചെക്കന്മാര്. ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? നമ്മൾ ഈ കാട്ടിനുള്ളിലേക്ക് പോവാ. ഇവിടെയും തണുപ്പുണ്ട്. ആരും വീടുണ്ടെങ്കിൽ പറയണം, വീഡിയോ എടുക്കാനാണ്. വീട്ടല്ലത്, ഇത് നാച്ചുറൽ ചളിയും നാച്ചുറൽ വെള്ളമാണ്. നല്ല അടിപൊളി സ്ഥലമാണ് മക്കളെ, നല്ല അടിപൊളി സ്ഥലം. നാച്ചുറൽ വൈബ് ആസ്വദിക്കണം എന്നുള്ള ആൾക്കാർ ഇതേമാതിരി വൈകുന്നേരം വല്ല സാൻഡ്വിച്ചോ വല്ല ചായയൊക്കെ പരിന്ന് ഉണ്ടാക്കിയാണ് ഫ്ലാസ്കിലാക്കി ഇവിടെ കൊണ്ടുകാണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം ഫാമിലി ആയിട്ട് ചെക്കന്മാരായിട്ട് അല്ലേ. ചായ വേണ്ടിനി ഒരു ഫ്ലാസ്കിൽ അടുത്ത പ്രാവശ്യം ആക്കാം. ആ പോണ് അതാ പായന് ഇദ്രീസ് മുന്നില്. ഓനൊറ്റക്ക് ഓനക്ക് സീറ്റ് ബർത്ത് ഉറപ്പിച്ചോന് അവിടുന്നും പോയി. ഇതിന്റെ എൻഡിലേക്ക് പോണം നമ്മള്. നെവിൻ ഗ്രൂപ്പ് എത്തും ഗൈസ്. ഞങ്ങൾ നെവിൻ ഗ്രൂപ്പ് ആണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ ഫുൾ നെവിൻ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. ഇത് പ്രൈവറ്റ് സ്ഥലമാണ്, സെറ്റ് സ്ഥലം. വാവ് പൊളി, വാവ് ആയിട്ടുണ്ട്. അങ്ങോട്ട് വരി വരി. അതല്ല ഇവിടെ വാ, ഇവിടെ വാ പറഞ്ഞേക്ക്. വെള്ളത്തിന് നല്ല അടിപൊളി സ്ഥലം. വരി വരി, ഇവിടെ ഇരിക്കാം. ചാളിയൊന്നുമില്ല, വാ. ആ മരത്തുമ്പോലും പൊടി ഉണ്ടാവും. ഇവിടെ ഈ വെള്ളം കണ്ട് ഇങ്ങനെ തിന്ന എന്താ രസം അല്ലേ. സെറ്റ് സ്ഥലം. പോക്കുവേലും കൊണ്ട് കാണിങ്ങനെ അതൊരു വൈബ് തന്നെയാണ്. എടാ നല്ല നല്ല ഇതടാ അവിടെ. മോശാണ്. 5 6 പറഞ്ഞ 5 കിട്ടിയുള്ളൂ. എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നല്ല കുറവുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതല്ല ബൽത്തടാ, എനിക്ക് ബൽത്തിനോടെ കണ്ടോ. നമ്മള് ഇടണ വേസ്റ്റ് കമ്പളനെ കൊണ്ടുപോട്ടാ. പ്ലാസ്റ്റിക് കവറ് ബോട്ടില് കമ്പളന ഉണ്ടാവും. അല്ല പേപ്പർ കുഴപ്പമില്ല. ആ ദ്രീസ് എങ്ങണ്ട് ഒന്നും പറയാ. എന്താ സമ്മതിന്റെ ഒക്കെ വലിപ്പം എന്താ സൗണ്ട് റൈനോണ് അത് കാണിക്കണ്ട, നമ്മൾ അടിപൊളി സൂപ്പറാ. അടിപൊളി അടിപൊളി. കൂടുന്ന വെള്ളം ശരിയായില്ല, അതാണ് കിട്ടിയിട്ടുള്ളൂ അല്ലേ. പിന്നെ അവിടെ ഉള്ള ടീര വെക്കണ്ട, അതാണ് തീരെ തണുപ്പില്ല. അതാ വെള്ളം മൈ കൂടെ അതാ വെള്ളം ഉണ്ട്, വെള്ളമുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധവളം നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയല്ല, ഇത് വലുതാണ്. എന്താ അറിയോ, നിങ്ങളതൊക്കെ പൊന്നിന്റെ ലാസ്റ്റ് പൊന്നാണിത്. അപ്പൊ എല്ലാം കൂടി നല്ല വലിപ്പം കണ്ടില്ല. ഇത് 100 റുപ്യക്കുള്ള സാധനം. ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കന്റെ മസാല. പക്ഷെ ഇതിലെ ഫിലാഫിൽ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അടിയിലാവും. പിലാപ്പില ഉദ്ദേശിച്ചത് എന്താണ്? പ്ലാവിന്റെ അല്ലല്ല, പിലാപ്പില ഫലാഫിലല്ലേ. ഇതങ്ങോട്ട് പിലാപ്പില.
അപ്പൊ നമ്മുടെ ഈ പലാപ്പില അതുപോലെ ടെൻഡർ പീസ് ആണ് ഇതിന്റെ കൂടെ ഞങ്ങൾ കഴിച്ചത്. ടെൻഡർ പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും കുടിക്കുന്നത് എല്ലാ ശരീരത്തിലും ഇത് പ്രൊമോഷൻ വർക്ക് അല്ല കേട്ടോ, അത് ടെൻഡർ പീസിന്റെ പ്രൊമോഷൻ വർക്ക്. എന്താ ഇപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചാൽ ചിലപ്പോ പൊടിച്ച് കുടിച്ചോളും. വളരെയധികം ടേസ്റ്റാണ്. ഇതിന്റെ ഇതിലിട്ട് ബാക്കിലൊന്നുമില്ല. ആ എടുത്തോ ടെൻഡർ പീസ്. നമ്മളെ ചാനലാണെന്ന് കണ്ടപ്പോ മൂപ്പര് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കിയാണ്, എന്നിട്ട് തീരുന്നില്ല. അങ്ങനെ നല്ല കായലിന്റെ തീരത്തിരുന്ന് നല്ല പോക്കുവയലും കൊണ്ട് ഞങ്ങളിങ്ങനെ നല്ല ഫലാഫിൽ സാൻഡ്വിച്ചും കഴിച്ച് ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നോക്കട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാ നോക്കട്ടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ സ്ഥലം കേട്ടത്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ കൊറേ ആയിനി. സ്പെഷ്യൽ മധുരമാണല്ലോ, ഒക്കെ സ്പെഷ്യലാണ്. മരം നല്ല ടേസ്റ്റാ. പഴയ കാലത്ത് ആട്ടങ്ങാന്ന് പറയും. നൊട്ടങ്ങ വേറെ നല്ല മുള്ളട്ടായി. ഇത് മുള്ളൊന്നുണ്ടാവില്ല. ഇത് ആട്ടങ്ങന്, നൊട്ടങ്ങ വേറെ. നൊട്ടങ്ങ എന്ന് പറഞ്ഞാല് ഒരു ഇതിമുണ്ടാവും. കഴിച്ചാണ് ഇവിടുന്ന് വേറ്റി കൊണ്ടോണ്ടിരും. സൂപ്പർ സാധനം. പച്ചയാണായി. ഇത് പച്ചയാണ്, പഴുത്തിട്ടില്ല. പക്ഷെ ഇത് പഴുത്താൽ ഞാൻ അടിപൊളി. ഇപ്പത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇത് ഇങ്ങനെ സംഭവത്തിന് നല്ല പഴുത്ത് നല്ല മധുരം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ മൂപ്പായിട്ടില്ല. അതുകൊണ്ട് ഇത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ പൊട്ടിച്ച് കാണിച്ചു. അപ്പൊ ഇതുപോലെ വൈവിധ്യങ്ങളായ വിഭവങ്ങളൊക്കെ ഈ പുഴയോരത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പത്തെ സിമെന്റ് ഇട്ട തറയിലൊന്നും വളർന്ന കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അല്ലേ ഇതിക്ക്. അങ്ങനൊക്കെ ഒരു കഥ. ഇത് കുട്ടികളെ പിടിച്ചളിക്കാം. ആ ഇവിടെ ഉണ്ടല്ലേ ചെറിയ മീനുകൾ. ഇത് പിറാത്ത പാലത്തിനെക്കാട്ടി പ്രയാസം. ഇവിടെ നിന്ന് എത്ര പോലെ ഫോട്ടോ മൈസൂർ മൂന്നാറൊക്കെ കൊറേ നമ്മള് മസനഗുഡി പോയി ഊട്ടി പോയാലോ. ആ പറയ്. ഞങ്ങള് വളരെ റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോണേ. അവിടെ എന്തോ ഒരു മത്സരം നടക്കണ്ടേ, ഫുട്ബോൾ ആണോ അത് വേറെ എന്താണോ അറിയില്ല. ഞങ്ങൾ അതൊന്ന് പോയി ഒന്ന് വീക്ഷിച്ചിട്ട് വരാം. ആർക്കൊരു ചാൻസ് തരാം. സമയം വരുള്ളൂ, എനിക്ക് എന്തേ റോള് തരാം. ബാ എന്തേ റോള് ചങ്ങായിമാർ റോളില്ലാതെ പറയുമ്പോ ചങ്ങായിമാർ പോവാണ്. ആകെ മൂന്നാളുള്ള ഇതാണ് റീലാണ്. അതിൽ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങനെ റോൾ എടുക്കാം. ഒരാള് പ്ലേ ആക്കുമ്പോൾ ഞാൻ പ്ലേ ആക്കും. എനിക്ക് റോൾ എല്ലാവരും റോൾ. അപ്പൊ ആരെ ക്യാമറ ഓടിച്ചു ഷോർട്സിൽ ആരൊക്കെ ഉള്ളത്. അപ്പൊ നിതിൻകുട്ടി ഞാനാ മെയിൻ. അല്ല അപ്പൊ ഞാനല്ല മെയിൻ റോൾ ചെയ്യണത്. ഞാനാണ് കണ്ടന്റ്. ക്യാമറ പിടിച്ചാലാരാ? ഞാൻ പറഞ്ഞോ. അപ്പൊ ക്യാമറ പിടിക്കാൻ ആളില്ല, എല്ലാവർക്കും റോൾ വേണം. ക്യാമറയുടെ മെച്ചാടോ ഇവിടെ കെട്ടി തൂക്കിയാ നമുക്ക് ക്യാമറ ഇല്ലാതെ എടുക്കാം. ഒരാള് ദേഷ്യം അഭിനയിക്കാൻ പറഞ്ഞതാണ്. ദേഷ്യം വരൂല. ഒരു റീൽസ് എടുക്കാൻ നോക്കിയാണ്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല നടനാണ് നിതിൻകുട്ടി. ഓനാണ് ടേക്ക് ഫുള്ള് എണ്ണം കൂട്ടിയത്. ഞാനൊരു നടനല്ല, നിങ്ങളൊരു നടനാന്ന് ഉദ്ദേശിച്ചാൽ എന്തായാലും ഇഷ്ടായി. ഞങ്ങള് റീൽസ് എടുത്ത് ഇഷ്ടായി. തിരിച്ചു പോട്ടെ. അവിടെ ആണെങ്കിൽ നല്ല പുളിയറുമ്പും എന്തൊക്കെ എറുമ്പാളുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകണ്ടാ, നേരെ അയക്കണേ. പറവകളൊക്കെ കൂടാണ്, ഞങ്ങളും കൂടാണ്. പറഞ്ഞോ ദേഷ്യം വരാൻ ദേഷ്യം പറ്റാൻ മൂടുണ്ട്. ആ മൂഡിനനുസരിച്ചാണ് ദേഷ്യം. അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകണം.
വണ്ടി വണ്ടി ഇവിടെ എന്താ വണ്ടി ഇവിടെ ഇത് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു സൂപ്പർ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ